നമസ്കാരം, സുനിത കുക്ക് ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാം കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 6 പീസ് ബ്രെഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം കേട്ടോ. 6 പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെയാണ് കേട്ടോ. ആദ്യം വേണ്ടത് നമുക്ക് കുറച്ച് ഒറിഗാനോയും ഒലിവ്സും ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇത് ചേർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ആ ഒരു ഫ്ലേവർ വരണമെങ്കിൽ, ആ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ നമ്മൾ ഇത് ചേർക്കണം. ഇതില്ലെന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് ഒരു 2-3 ഒലിവ്സ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കുരുവില്ലാത്തത് കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ ഞാൻ കുരുവുള്ളതായി പോയിട്ട് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് കഴിക്കുകയാണത്. ഇനി ഇത് നമ്മൾ കുരുവിന്നത് ഇത് ചീകിങ്ങി എടുക്കണം. അത് കുരുവിൻ്റെ ഇത് കട്ട് ചെയ്തിങ്ങി എടുക്കണം കേട്ടോ, കുരു മാറ്റിയിട്ട്. അപ്പോൾ അതങ്ങനെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നമ്മുടെ ആവശ്യത്തിന് എത്ര വേണമെന്ന് വെച്ചാൽ അതുപോലെ കുക്കുംബറും തക്കാളി സബോളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഏതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ എല്ലാം ഒരുപോലെ ഇട്ട് വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് പിന്നെ മയോണൈസോ അങ്ങനെ എന്തെങ്കിലും പിന്നെ വേറെന്താണ് നമ്മൾ ചേർക്കാനായിട്ട് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണം ചേർക്കാം കേട്ടോ. പിന്നെ അപ്പോൾ ഞാൻ മയോണൈസ് അങ്ങനെയൊന്നും ചേർക്കാറില്ല, അത്ര ഇഷ്ടമല്ല എനിക്ക്. അതുകൊണ്ട് അപ്പോൾ അതേ ഈ കുക്കുംബറും തക്കാളിയും സവോളയും വെച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഈ ഒലീവ്സ് വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ മെയിനായിട്ട് ഇതിനകത്ത് വേണ്ടതെന്ന് പറയുമ്പോൾ മല്ലിയില ചട്നി നല്ലതായിരുന്നു. പക്ഷെ ഞാനത് അരച്ചിട്ടില്ല കേട്ടോ. അരയ്ക്കാനായിട്ടുള്ള അത് ഒരു അരച്ചാലും പിന്നെ അത് അങ്ങോട്ട് ചിലവാകത്തില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ പിന്നെ നമ്മളിപ്പോൾ കുറച്ചല്ല ഇതിലോട്ട് ആക്കുകയുള്ളൂ, ബാക്കി അവിടെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ഞാനത് ഒഴിവാക്കിട്ടോ. പിന്നെ അതിൽ നിന്ന് ഒരു പീസ് ഒലിവ്സ് കഴിച്ചതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒറിഗാനയാണ് കേട്ടോ. ഇത് നല്ലൊരു ഫ്ലേവറാണ് ഇതിൽ നമുക്ക് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിന്. ഇനി ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. പിന്നെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സ്വല്പമെങ്കിലും ചേർത്ത് നോക്കണം. അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അതിന്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കതിൻ്റെ പിന്നെ ചീസ് വെക്കണം നമുക്ക്. അപ്പോൾ ടൊമാറ്റോ സോസാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് ചീസ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല, കുറച്ച് ചേർക്കുള്ളൂ. ഇതിപ്പോൾ കുറച്ച് ചില്ലി സോസ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയില ചട്നി ഉണ്ടായിരുന്നെങ്കിൽ ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, ചില്ലി സോസ്. അപ്പോൾ മല്ലിയില ചട്നി ഉണ്ടാക്കാത്തതുകൊണ്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പക്ഷേ മല്ലിയില ചട്നി വെച്ചാലാണ് അടിപൊളി ടേസ്റ്റ് വരുന്നത്. അപ്പം നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള ചില്ലി സോസ് അങ്ങ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതാ കുറച്ച് ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പക്ഷെ ചേർത്തത് എത്ര ചേർക്കുന്നതനുസരിച്ച് നമുക്ക് ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ അതിന്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഒരു സംഭവം. കുട്ടികൾക്ക് നമുക്ക് ടിഫിന് കൊടുത്തു വിടാനും അല്ല നമുക്ക് തന്നെ ഒരു ദിവസം വേണേൽ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കഴിക്കാനും ഒക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. ഒരു വെറൈറ്റി ആയിക്കോളും, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അത്. ഇപ്പോൾ ചീസ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പീസ് ബ്രെഡ് ഇതിൻ്റെ മേളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നന്നായിട്ട് ഈ ബ്രെഡിലിട്ടങ്ങ് പിടിച്ചു വരും. ഇനി നമുക്ക് ഒരു ചീസിൻ്റെ സ്ലൈസും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിഷ്ടമുള്ള പച്ചക്കറികൾ, കുക്കുംബറോ തക്കാളിയോ സവോളയോ എന്താണ് നമുക്കിഷ്ടം അത് വെച്ച് കൊടുക്കുക. ഇനി ക്യാരറ്റും വെക്കാം. പിന്നെ നമ്മുടെ ക്യാബേജിൻ്റെ ഒരു ചെറിയൊരു പീസ് ഇലയുണ്ട്, അത് വെച്ച് കൊടുക്കാം. ഇഷ്ടമുള്ളതെല്ലാം നമുക്ക് ഏതിൻ്റെയൊക്കെയാണ് നമുക്ക് ടേസ്റ്റ് ഇഷ്ടം അത് വെച്ച് കൊടുക്കുക. കുറച്ചുകൂടെ ചീസ് ഞാൻ ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട്. വേണമെങ്കിൽ ചേർത്താൽ മതി, നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട.
എനിക്കിത് നന്നായിട്ട് ചേർക്കുമ്പോഴുണ്ട് കൂടുതൽ ടേസ്റ്റ്. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കത്തില്ല, ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ചീസ് നന്നായിട്ട് ചേർക്കണം. ഇനി ഒരു സ്വല്പം ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഒരു പീസ് ബ്രെഡും കൂടെ വെച്ചിട്ട് ഇതങ്ങ് കവർ ചെയ്ത് വെക്കാം. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യണം കൈ കൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ മറിച്ചൊക്കെ ഇടുന്ന സമയത്തേ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുമല്ലോ നമ്മൾ ഇത് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക്, അപ്പോൾ ഇതിന് വിട്ടുപോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 2 ബ്രെഡിൻ്റെ പീസുകൾ ഞാൻ ഇതുപോലെ 2 ഇതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ, 3 പീസ് വെച്ചിട്ട്. അപ്പോൾ അത് റെഡിയാക്കി വെച്ചിട്ട് ഒരു പാൻ വെച്ചിട്ട് കട്ടിയുള്ള പാൻ വെക്കാൻ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്കിത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരത്തില്ല, നമ്മുടെ ചീസൊന്നും കരിഞ്ഞു പോവുകയും ചെയ്യും താഴെ സൈഡത്. അപ്പോൾ എന്നിട്ട് ഞാൻ ശകലം ബട്ടറിലാക്കി കൊടുത്തു. ഞാനിതിങ്ങനെ കാണിച്ചത്, ആ ബ്രഷ് ഞാൻ നമ്മുടെ ഈ മെഷർമെൻറ്റ് സ്പൂൺസ് ഉണ്ടല്ലോ അത് ഞാൻ ഇതിലാണ് ഇട്ടിരിക്കുന്നത്, അതാണ് ഞാൻ കാണിച്ചത് കേട്ടോ. അതിലോട്ട് തന്നെ അങ്ങ് ഇട്ടിട്ടിങ്ങനെ ഹാങ് ചെയ്തിരുത്താം കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബ്രെഡ് അങ്ങ് വെച്ച് കൊടുത്തു. കൈ കൊണ്ട് നല്ലപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്തു. ഒരു മിനിറ്റ് ആയപ്പോഴത്തേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് 2 സൈഡ് നമുക്ക് ഒരു അല്പസമയം ഇടവിട്ടിങ്ങനെ തിരിച്ചും മറിച്ചും ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം. ഞാനിപ്പോൾ 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, കട്ടൻ ചായയുടെ കൂടെ കഴിച്ചപ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഇതുപോലെ തിരിച്ചും മറിച്ചും ഒന്ന് വെച്ച് കൊടുക്കാം നമുക്കത്. അപ്പം നമ്മൾ എടുക്കുന്ന പാന് കട്ടി കുറവാണെങ്കിൽ ഇതുപോലെ കരിഞ്ഞു പോകും, അതുപോലെ നമുക്ക് മൊരിഞ്ഞ് കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് കട്ടിയുള്ള പാനുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ നോക്കണം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ ചീസൊക്കെ മെൽറ്റായി വരുന്ന സമയത്ത് ഈ ബ്രെഡുമായിട്ട് നല്ല അതുപോലെ അങ്ങ് യോജിച്ചിരിക്കും. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ട് നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ടൊമാറ്റോ സോസോ മല്ലിയില ചട്നിയോ ഒക്കെ ഉണ്ട്, നല്ലതാണ്. മയോണൈസോ ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മളെല്ലാം ഇപ്പോൾ ഇതിൽ ചേർത്തിട്ടുണ്ടല്ലോ, ചില്ലി സോസ് ചേർത്തിട്ടുള്ളത്, എരിവും ഉണ്ട് നല്ല രീതിയിൽ. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പം വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.